വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ഗോപാലകൃഷ്ണനെയും ശാരദാമ്മയും അറസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്പോട്ടിൽ ശാലിനിയും വിഷ്ണു എത്തുന്നുണ്ട്. പക്ഷേ ശാലിനി ശ്രമിച്ചിട്ടൊന്നും അത് ചന്ദ്രബോസ് ആണെങ്കിൽ കേൾക്കുന്നുമില്ല. IG-യുടെ ഓർഡറാണ്, സാഹചര്യ തെളിവുകൾ അവർക്ക് എതിരാണ് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോകാനായിട്ട് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നുണ്ട്. അന്നേരം അപ്പോൾ വരട്ടെ മാഡം എന്നിങ്ങനെ ആ ഒരു വിജയിച്ച ഭാവത്തിൽ ചന്ദ്രബോസ് ശാലിനിയോട് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ അവിടേക്ക് പിന്നെ ശ്രീരഞ്ജിനിയുടെ വണ്ടി വരികയാണ്, കമ്മീഷണറുടെ വണ്ടി വരുന്നുണ്ട്. അതിൽ നിന്നും ശ്രീരഞ്ജിനി ഇറങ്ങുമ്പോൾ തന്നെ ചന്ദ്രബോസിന് ആകെ അങ്ങോട്ട് കലി കയറുകയാണ്. പക്ഷേ ചന്ദ്രബോസ് അവിടെ പിടിച്ചു നിന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ കൈപ്പത്തി കിട്ടിയത് ഈ പറമ്പിൽ നിന്നാണ് കൈപ്പത്തി കിട്ടിയത്. അപ്പോൾ സാഹചര്യ തെളിവുകളും ഇവിടെ ഇവർക്ക് അനുകൂലമല്ല. അവസാനം നസീറിൻ്റെ ടവർ ലൊക്കേഷൻ ഇവിടെ നിന്നാണ്, നൂറിനെ കാണാനാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു പിന്നെ ഫോറൻസിക് ലാബിലെ തെളിവ് എൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ നിങ്ങൾ അറസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലാബിൽ നിന്നും ടെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രീരഞ്ജിനി ബാക്കി ഓഫീസേഴ്സിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു പേപ്പർ അങ്ങോട്ട് വാങ്ങിക്കുകയാണ്. അന്നേരം ശ്രീരഞ്ജിനി വരുന്നത് വരെ ശാലിനി ഇങ്ങനെ ആകെ ഒരു വിഷമിച്ച് നിന്നെങ്കിലും ശ്രീരഞ്ജിനി വന്ന ശേഷം ശാലിനിയുടെ ഭാവം അങ്ങോട്ട് മാറുകയാണ്. അതായത് ശ്രീരഞ്ജിനി ഏർപ്പാടാക്കിയിട്ട് തന്നെയാണ് ശാലിനി വന്നതൊക്കെ. അത് ഈ ചന്ദ്രബോസിന് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു റിസൾട്ട് വാങ്ങിച്ചിട്ട് ശ്രീരഞ്ജിനി പറയുന്നുണ്ട്, അബൂബക്കറിൻ്റെ DNA ടെസ്റ്റും ആ കൈപ്പത്തിയിൽ നിന്ന് കിട്ടിയ DNA ടെസ്റ്റും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് മാച്ചല്ല എന്നാണ് അവിടെ ശ്രീരഞ്ജിനി പറയുന്നത്. അപ്പോൾ ഇവരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുമില്ല. അന്നേരമാണ് ശാരദാമ്മ ഇങ്ങനെ ചന്ദ്രബോസിനെ ആക്ഷേപിച്ച് പറയുന്നുണ്ട്, സാറിൻ്റെ ഉരുക്ക് വളയ്ക്ക് അല്പനേരത്തെ ആയുസല്ലേ ഉള്ളൂ. അന്നേരം മറുപടി പറയാനായിട്ട് ചന്ദ്രബോസിന് കഴിയുന്നുമില്ല, ഇവരെ കൊണ്ടുപോകാനും കഴിയില്ല. മാനം കെട്ട് അവിടെ നിന്ന് ചന്ദ്രബോസ് വീണ്ടും പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഈ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത്. പിന്നീടാണ് സത്യഭാമ ഈ വീട്ടിലേക്ക് പോകുന്നതും പിന്നീട് ഇവരുമായിട്ട് ഒന്നിച്ച് താമസിക്കാനൊക്കെ പോകുന്നതും. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം എങ്ങനെ കാണുമെന്നാണ് നസീറിൻ്റെ ആ ഒരു തിരോധാനത്തെക്കുറിച്ച്. പക്ഷേ കുറച്ച് എപ്പിസോഡുകൾക്കകം അതും പുറത്ത് വരിക തന്നെ ചെയ്യും. കാണാം. ഓക്കെ, താങ്ക് യു.